ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നുള്ളത് മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലാണ്. എൻ്റെ വീടിൻ്റെ അടുത്താണ്, കുറച്ച് എത്ര 4 കിലോമീറ്റർ അടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നിരവധി മന്ത്രിമാർ, കേന്ദ്രത്തിലുള്ളതും കേരളത്തിലുള്ളതുമായ കുറേ മന്ത്രിമാരും പിന്നെ സിനിമാ നടന്മാരൊക്കെ വന്നു പോയിട്ടുള്ള ഒരു അമ്പലമാണ്. നല്ല പ്രശസ്തി ആർജിച്ച ഒരു അമ്പലവും കൂടിയാണ്. അപ്പോൾ അവിടെ അമ്മയെല്ലാം പിന്നെ ഇന്നലെ വീട്ടിലുണ്ടല്ലോ, അമ്മയും അച്ഛനും വീട്ടിലുണ്ട്. അച്ഛൻ പറഞ്ഞു ഒന്ന് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് നമ്മൾ രാവിലെ പണിയെല്ലാം ഒരുങ്ങിയതിന് ശേഷം അമ്പലത്തിലേക്ക് കൂട്ടിപ്പോയതാണ്. പിന്നെ നാത്തൂന് ഇന്ന് മരുമോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ പെങ്ങൾ മോളെയും കൂട്ടിയിട്ട് പെങ്ങളും പെങ്ങളുടെ ഭർത്താവിൻ്റെ അമ്മ ഹരിയേട്ടൻ്റെ അമ്മയും മോളും കൂടിയിട്ട് വന്നിട്ടുണ്ട്. നല്ല തിരക്കായി ഇന്ന് അമ്പലത്തിൽ. കണ്ടോ, ക്ഷേത്ര ദർശനത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ്. നല്ല തിരക്ക്. നമ്മൾ ഇടയ്ക്കിടെ പോകുന്നതാണ്. പിന്നെ ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടെ പോകുന്നതാണ്. ഭക്തജന തിരക്കാണ്. ഇപ്പോൾ ഒന്ന് ലീവ് കഴിഞ്ഞ തിരക്ക്. പിന്നെ ഇതെല്ലാം ഇവിടുത്തെ പ്രധാന വഴിപാട് കാര്യങ്ങളെല്ലാം ഇത്. പിന്നെ ദിവസവും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഭക്ഷണമുണ്ട്. അന്നദാന കൗണ്ടറിലേക്കുള്ള വരികയാണത്. അത് എല്ലാം നല്ല ക്യൂ തന്നെ, അവിടെയെല്ലാം നല്ല ക്യൂ തന്നെയാണ്. പിന്നെ മുകളിൽ ദർശനത്തിന് പോയിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇതാ ഭക്ഷണശാലയാണ്. ഉള്ളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഇവിടത്തെ നല്ല ഒരു സാമ്പാറും മോരും ആയിരുന്നു മുന്നേ. ഇപ്പോൾ സാമ്പാർ, പരിപ്പ് കറി, ഒരു ഉള്ളിയച്ചാറും ഇവിടുത്തെ സാമ്പാറും. നമ്മളെത്ര വെച്ച് കഴിഞ്ഞാലും ഇവിടുത്തെ സാമ്പാറിൻ്റെ ആ ഒരു ടേസ്റ്റ് വരില്ല. ഇവിടുത്തെ സാമ്പാറും ആണ് ഇപ്പോൾ കൂടുതൽ എല്ലാവർക്കും എന്താ പറയണ്ടത്, നമ്മുടെ വീട്ടിലെല്ലാവർക്കും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം ഇവിടുത്തെ സാമ്പാറാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിന്നതാണ്. നമ്മളെല്ലാം ക്യൂവിൽ നിന്ന സമയത്ത് എടുത്തതാണിത്. നല്ല തിരക്കാണ്. നല്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും മാമാനത്തമ്പലത്തിൽ ഇത്ര തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ തിരക്കായിരുന്നു ഇന്ന്. ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഇവിടുത്തെ തിരക്ക് കൂടുതലുണ്ടാവുന്ന ദിവസം. പിന്നെ അത് കഴിഞ്ഞ് വരുമ്പം പെരുമണ്ണ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രം. അവിടെ പ്രേമാട്ടനും അമ്മയും പ്രേമാട്ടൻ്റെ അവർ വണ്ടിയിൽ കൊള്ളുന്നത്, അച്ഛൻ മറ്റേ പെങ്ങളുടെ അമ്മ, അങ്ങനെ അവരെല്ലാം അവിടെ പോയി. നമ്മൾ ബസ്സിന് തന്നെ അവിടെ നിന്ന് കയറിയിട്ട് ബസ്സിന് കയറി നേരെ വീട്ടിലേക്ക് വന്നു. അവരവിടെ പോയിനേനെ. പിന്നെ തിരിച്ചു വരുമ്പോൾ മീനിന് ഭക്ഷണം മീനൂട്ടിന് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോയി. പക്ഷേ അവിടെ നിന്ന് ഫോട്ടോ ഒന്നും അവരെടുത്തിട്ടില്ലാന്ന് തോന്നുന്നു. അവർ വേഗം തന്നെ ആ സ്ഥലത്ത് നിന്ന് പുഴയിലാണ് ഒരു സ്ഥലത്ത് മീൻ വന്ന് നിൽക്കുന്ന സ്ഥലം. അവിടെ നിന്ന് അവർ വേഗം തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ഇത് മരുവോളാണ്, ഇവളെ പിറന്നാളാണ് ഇന്ന്. പിന്നെ ഞാനും മോനും കൂടി അവിടെ ഇരിക്കുന്നത്. പിന്നെ മക്കളെല്ലാം അടുത്ത് പോയി എന്നെല്ലാം പറയുന്നുണ്ട്. കുറേ സമയം നിന്നിട്ടും ഇരുന്നിട്ടും ആടെയെല്ലാം നിന്ന് കുറേ സമയം നിന്നതുകൊണ്ട് അവരെല്ലാം മടുത്തു എന്നെല്ലാമാണ് അവൾ പറയുന്നത്. മീനൂട്ടിനുള്ള ഭക്ഷണം അത് പെരുമണ്ണിലാണ്. ഇത് അമ്മയും പെങ്ങളും അച്ഛനും മരുമോളും ആരെയോ വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കലാണ്. അവർ ചോറെല്ലാം തിന്ന് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മളവിടെ ഇരിക്കലാണ്. 2 അമ്മമാരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യലാണ്. നമ്മളിത് അമ്മ വന്നു, ഒരമ്മ വന്നു, മറ്റേ പെങ്ങളമ്മേനി എത്തണം. പിന്നെ എൻ്റെ അമ്മയും ആങ്ങളെയും വന്നിട്ടില്ലേ. പിന്നെ അമ്മക്ക് ഇന്നലത്തെ എന്തെല്ലോ തിരക്കും കാര്യമെല്ലാം വീട്ടിലുള്ളത് കൊണ്ട് അമ്മ വരാൻ. പിന്നെ മറിസ്തംഭം നീക്കലാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. മറിസ്തംഭം നീക്കൽ ഈ പിന്നെ ഇത്രയും പൂജകളെല്ലാം ഇവിടെ ഉണ്ട്. ശത്രുദോഷം, സമയദോഷം, വാക്ദോഷം, വശം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതല്ല, ഇങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം മാറിക്കിട്ടുന്നത് ഈ മറിസ്തംഭത്തിലൂടെ മാറിക്കിട്ടും. അതുകൊണ്ട് പിന്നെ അന്യമതസ്ഥർ, പിന്നെ ഇസ്ലാം മതക്കാർ വന്നിട്ട് ഇവിടെ മറികൊത്തലുണ്ട്. അത് അവർ ചെയ്യുന്നത് താഴെ, നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടല്ല അവർ മറികൊത്തുന്നത്. അവർക്ക് താഴെ തന്നെ ഒരു സ്ഥലമുണ്ട്. പിന്നെ അവർ തേങ്ങ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തേങ്ങ കൊണ്ടുവന്ന് ചെയ്യുക, ഇല്ലെങ്കിൽ തേങ്ങ അവിടെ നിന്ന് എടുത്തിട്ടായാലും ചെയ്യാൻ പറ്റും. പിന്നെ
പിന്നെ മാമാനിക്കുന്നിൽ അതുപോലെ തന്നെ ഇസ്ലാം വന്നിട്ട് മറി കൊത്തുന്നത് പോലെ തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ നിലാമുറ്റം, അവിടെ ഒരു നിലാമുറ്റം പള്ളി ഉണ്ട് ഇസ്ലാമിൻ്റെ. അവിടെ പോയി ദർശനം നടത്തുക എന്ന് പറഞ്ഞ് മുന്നേ എല്ലാം അവിടെ പോക്കുണ്ട്. ഇപ്പം അങ്ങനെ ആരും അങ്ങനെ നിലാമുറ്റത്ത് പോകുന്നതായിട്ട് കാണുന്നില്ല. അതിൻ്റെ തന്നെ അടുത്തൊരു അമ്പലം ഉണ്ട്, കണ്ണങ്കോട്ട് ദേവീക്ഷേത്രം. അതാണ് മാമാനത്തമ്മയുടെ ആരുടെ സ്ഥാനം എന്നറിയുന്നത്. അവിടെ ഇതുവരെ ഞാൻ പോയിട്ടില്ല. എപ്പോഴെങ്കിലും പോകുമ്പോൾ അടുത്ത വീഡിയോസ് ഇനി എടുക്കാം. ഇതെല്ലാം ചോറിന് ക്യൂ നിന്ന സമയത്ത് എടുത്തതാണ്. ഇത് ഇങ്ങനെ പ്ലേറ്റും ഗ്ലാസ്സും എടുത്ത് നമ്മൾ ക്യൂ നിന്നിട്ട് കണ്ട ഈ സാമ്പാർ, ഇത് തന്നെയാണ് എടുത്ത ടേസ്റ്റ്. ഈ ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റ് വേറെ എവിടെയും കിട്ടാത്തൊരു ടേസ്റ്റാണ് ഈ സാമ്പാറിനും ഈ ഉള്ളി അച്ചാറിനും ഉള്ളത്. പ്രേമാട്ടം എല്ലാവരും ചോറ് വാങ്ങിയിട്ട് ഇരിക്കലാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുറേ സമയം നിന്നതാണെന്ന് അതെല്ലാം പറയല, കുറേ സമയം നിന്ന് പിന്നെ